ഹായ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നല്ല ടിപ്സുകളായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ മഴക്കാലത്ത് ഒരു കുടയെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു കുടയിൽ എപ്പോഴും തന്നെ തുരുമ്പ് പിടിക്കുന്നത് സർവ്വസാധാരണമാണ്. നമ്മൾ കുടയൊക്കെ നനഞ്ഞിട്ട് നിവർത്തി വെക്കാതെ അല്ലെങ്കിൽ ഉണങ്ങാതെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുരുമ്പ് പിടിക്കും. ഈ തുരുമ്പിനെ ഇളക്കി കളയാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മെഴുകുതിരി. ഇങ്ങനെ ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നമ്മൾ തുരുമ്പ് ഈ കുടയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഇതേപോലെ നമ്മൾ മെഴുകുതിരി എടുത്തിട്ട് ഇങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുരുമ്പ് പോകും. പ്രധാനമായിട്ടും തുരുമ്പ് പിടിക്കാതെ ഇരിക്കുന്നത് കമ്പികളിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ മുട്ടെന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇത് പഴയൊരു കുടയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ തുരുമ്പുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ നന്നായിട്ട് ഈ മെഴുക് നന്നായിട്ട് ഉരಸಿ കഴിഞ്ഞപ്പോഴത്തേനും, മെഴുകുതിരി നന്നായിട്ട് അതിലോട്ട് ഉരಸಿ കഴിഞ്ഞപ്പോഴത്തേനും ആ തുരുമ്പ് പുറത്തോട്ട് വരികയാണ് ചെയ്തത്. അപ്പം തുരുമ്പ് ഇനിയിപ്പം കുടയുടെ സ്റ്റക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാസലിനാണ് കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ്, രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപ്പുണ്ടാവും അല്ലേ? അപ്പം ഈ കല്ലുപ്പ് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതെന്നാണ് നമ്മുടെ ഈ മിക്സിയുടെയും അല്ലെങ്കിൽ ഗ്രൈൻഡറിൻ്റെയൊക്കെ ജാറുകൾ ഇങ്ങനെ സ്റ്റക്കായിട്ടോ അല്ലെങ്കിൽ മൂർച്ചയില്ലാതിരിക്കുകയാണെങ്കിൽ ഇതേപോലെ 1-2 സ്പൂണ് കല്ലുപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പം ഈ കല്ലുപ്പ് കൊണ്ട് നന്നായിട്ട് ഈ ഒരു ഉപയോഗം മാത്രമല്ല, നമുക്ക് ഒട്ടനവധി ഉപയോഗമുണ്ട്. അതിലൊന്നാണിത് കേട്ടോ. അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കുന്നതോടുകൂടി ഈ രീതിയിൽ നമുക്ക് പൊടിഞ്ഞ് നല്ല പൊടിയുപ്പ് കിട്ടുകയും ചെയ്യും. ഒപ്പം നമ്മുടെ മിക്സിയുടെയും അല്ലെങ്കിൽ ജാറിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഗ്രൈൻഡറിൻ്റെയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് മൂർച്ച കൂടാൻ വേണ്ടി സഹായിക്കും. അപ്പം മൂർച്ച കൂടാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനി ഇതിന് പകരമായിട്ട്, നമ്മുടെ ഈ കല്ലുപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലുള്ള മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ മൂർച്ച കൂട്ടാവുന്നതാണ് കേട്ടോ. ബ്ലേഡിൻ്റെ, അതായത് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ നമുക്ക് പെട്ടെന്ന് മൂർച്ച കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്. നന്നായിട്ട് ഈ മുട്ടത്തോട് ഇതേപോലെ തന്നെ ഒന്ന് എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൊടിയായിട്ടും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അത് ഇതിൻ്റെയൊക്കെ മൂർച്ച കൂടുകയും ചെയ്യും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലുള്ള ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ വസ്തി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ കപ്പുകളുണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള കപ്പുകളുടെ കളറ് ഉള്ളിലൊക്കെ ചിലപ്പോൾ ചായയുടെയൊക്കെ കറയുണ്ടാവും. അപ്പോൾ ഈ ഒരു കറ മാറ്റാൻ വേണ്ടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇപ്പം കല്ലുപ്പില്ലേ, ആ ഒരു കല്ലുപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്ക്രബ്ബർ ഞാൻ ഉദ്ദേശിച്ചൊരു പച്ച ഇതില്ലേ, അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് നമ്മൾ ഒന്നിങ്ങനെ ഉരസിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്ലീനായി കിട്ടുന്നതായിട്ട് കാണാം. ഇനിയിപ്പോൾ കല്ലുപ്പിൻ്റെ തന്നെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പച്ചമീനൊക്കെ വീടുകളിൽ മേടിക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ പച്ചമീൻ്റെ ഈ ഉളുമ്പ് കളയാനും അതിൻ്റെ പുറത്തെ അഴുക്ക് മാറ്റാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കല്ലുപ്പ്. കല്ലുപ്പിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് തിരുമ്മി കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അല്പം വിനാഗിരും കൂടി ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒരു ഉളുമ്പ് വേണം ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.